പരിഷ്കാരങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെ കേരള PSCയിൽ വീണ്ടും ഒരു തിരുത്തൽ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. മെയിൻസ് പരീക്ഷ എഴുതി റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആരോഗ്യ വകുപ്പിലെ ഫീൽഡ് വർക്കർ പരീക്ഷ എഴുതിയവർക്കാണ് ഈ ഒരു അടി വന്നിട്ടുള്ളത്. നിലവിൽ 7ാം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ 8ാം ക്ലാസ് സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിരിക്കണം എന്ന ക്വാളിഫിക്കേഷൻ മാറ്റിയ ശേഷം 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല എന്ന് കേരള PSC നമ്മുടെ ഫീൽഡ് വർക്കറിലെ തസ്തികയിലേക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രിലിംസും എഴുതി കഷ്ടപ്പെട്ട് ഈച്ചയും കൊതുകിനെയും വേസ്റ്റിനെയും കുറിച്ച് പഠിച്ച് മെയിൻസും എഴുതിയ പിള്ളേർക്ക് ഒരു വലിയ അടി തന്നെയാണ് ഈ ഒരു തിരുത്തൽ വിജ്ഞാപനം തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ ഇത് കൂടാതെ ബാക്കി 2 പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ തിരുത്തൽ വിജ്ഞാപനത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആരോഗ്യ വകുപ്പിലേക്കുള്ള ഫീൽഡ് വർക്കർ തസ്തികയുടെ തിരഞ്ഞെടുപ്പിലേക്കായിട്ട് 31/12/2019 തീയതിയിലെ അസാധാരണ ഗസറ്റിലെ കാറ്റഗറി നമ്പർ 546/2019 പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിലെ ഖണ്ഡിക 7 യോഗ്യതയിലെ ക്രമ നമ്പർ 1 അനുസരിച്ചുകൊണ്ട് 8ാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത എന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണമെന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല എന്ന് തിരുത്തി വിജ്ഞാപനം ചെയ്യുന്നു. അപ്പോൾ ഇത് തിരുത്തൽ വിജ്ഞാപനം ഉറപ്പിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും പുതിയ ആൾക്കാരൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ വാർത്തയിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ PSC ക്ലാസ്സുകൾക്ക് നോട്ടിഫിക്കേഷൻസിന് വാർത്തകൾക്കുമായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വാർത്തകളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വാർത്തയിലേക്ക് കിടക്കാം. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് ഡിഗ്രിയുടെ മെയിൻസ് പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ കുറച്ച് പേരുടെ പരീക്ഷകളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ്. നിലവിൽ പരീക്ഷ മാറ്റിയിരിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാർക്കാണ്. ആർക്കൊക്കെയെന്ന് ചോദിച്ചാൽ സെയിൽസ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ SBCID അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, PSC അസിസ്റ്റന്റ് പരീക്ഷയൊക്കെ എഴുതിയവർക്കാണ് നിലവിൽ പരീക്ഷ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഫോർ ദ സെലക്ഷൻ ഓഫ് പോസ്റ്റ് ഓഫ് ഡിവിഷണൽ അക്കൗണ്ടന്റ് ഹാസ് പോസ്റ്റ്പോൺഡ് ടു 14th and 15th of December 2022 അല്ലേ. അപ്പോൾ നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പരീക്ഷ 14-15 തീയതികളിലായിട്ട് നടക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ OMR പരീക്ഷ കണ്ടല്ലോ, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ 14-15-നും OMR പരീക്ഷ നമ്മുടെ സെയിൽസ് അസിസ്റ്റന്റിന്റെയും അതുപോലെ തന്നെ SBCIDയുടേതും സെക്രട്ടേറിയറ്റ് PSC അസിസ്റ്റന്റിൻ്റെതൊക്കെ ആയിട്ടുള്ള നമ്മുടെ OMR പരീക്ഷ പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുന്നത് December 21, 2022 കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒരു വാർത്ത കൊടുക്കുക. അതുപോലെ തന്നെ ഇനിയുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ 2022-23 ഫെബ്രുവരിയിലേക്കുള്ള നമ്മുടെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ എക്സാമാണ് ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നത് എന്നുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ എക്സാമിനേഷൻ കലണ്ടർ കേട്ടോ. ഫെബ്രുവരി 2023 എക്സാമിനേഷൻ കലണ്ടറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്പെഷ്യൽ ഇൻഫർമേഷൻ എന്നൊക്കെ കുറച്ച് കൊടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് വിടാം. അപ്പോൾ എന്തായാലും ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന എക്സാമിനേഷൻസ് ഏതൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള എക്സാമിനേഷൻ 1/2/2023 നടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു PDF ആവശ്യമുള്ള ഒരു ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ മതി. കാര്യം ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഫോർ ഡീറ്റെയിൽഡ് സിലബസ് ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ സിലബസ് ഇതേപോലെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ലഭിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്താൽ ഏത് സിലബസിൻ്റെ ലിസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു PDF മുഖാന്തരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ജനറൽ എഡ്യൂക്കേഷൻ്റെ ഓർഗനൈസർ ഫോർ സ്പോർട്സ് ഇൻ സ്കൂൾസിൻ്റെ ജനറൽ എഡ്യൂക്കേഷൻ്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പെക്സ് സൊസൈറ്റീസ് ഫോർ കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഇൻ കേരളയുടെ പാർട്ട് 1 എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ആൻഡ് ഡെവലപ്മെന്റിന്റെ എക്സാമിനേഷൻ, പമ്പ് ഓപ്പറേറ്ററിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ബാംബു കോർപ്പറേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ, അറ്റൻഡറിന്റെ എക്സാമിനേഷൻ, സ്റ്റോർ അറ്റൻഡർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളത്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് കന്നഡ ട്രാൻസ്ലേറ്റർ ലോ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ബൈൻഡർ ഗ്രേഡ് 2 വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ളത്, ബൈൻഡർ ഗ്രേഡ് 2 NCA നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ള എക്സാമിനേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്കുള്ള സബ് എഞ്ചിനീയറുടെ എക്സാമിനേഷൻ, LGSന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. SC/STയുടേതായിട്ടുള്ള LGSന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ലബോറട്ടറി അസിസ്റ്റന്റ് ഹൈസ്കൂളിലേക്കുള്ള SC/STയുടെ നടക്കുന്നുണ്ട്. SC/ST ക്ലർക്ക് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റേ ടെക്നീഷ്യൻ്റെത്, അതുപോലെ ലോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കേരള ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കുള്ളത്, റിപ്പോർട്ടർ ഗ്രേഡ് 2 ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അതുപോലെ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൻ്റെ എക്സാമിനേഷൻ, അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ട്രെയിനിങ് ട്രാൻസ്ലേറ്റർ, അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റിലേക്കുള്ള
ഡയറക്ടർ റിക്രൂട്ട്മെന്റ്സ്, കേരള സെറാമിക് ലിമിറ്റഡിലേക്കുള്ള എക്സാമിനേഷൻ, ജയിൽ ഡ്രൈവറിന്റെ എക്സാമിനേഷൻ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ്, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്കുള്ളത്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസിലേക്കുള്ള LD ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ, അതുപോലെ തന്നെ NCA നോട്ടിഫിക്കേഷൻ ആയിട്ട് മെയിൻസ് എക്സാം നടക്കുന്നുണ്ട്, LD ക്ലർക്കിന്റെ തമിഴ് ആൻഡ് മലയാളം നോയിങ്. അതുപോലെ തന്നെ നമ്മുടെ NCAയുടെ തന്നെ മറ്റൊരു എക്സാമിനേഷൻ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും എക്സാമിനേഷനാണ് നമ്മുടെ ഫെബ്രുവരിയിൽ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അവർ കൂടി നിങ്ങൾ അറിഞ്ഞ ഈ വാർത്ത അറിയട്ടെ. ഓക്കെ, അപ്പോൾ തുടർന്നും ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസും വീഡിയോസിനും ക്ലാസ്സുകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ളവർ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ ഈ PDF അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.